ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് രാവിലെ സരസ്വതി മാഡവും ശേഖരൻ സാറിന്റെ മകൾ അപ്പവും കൂടി വീട്ടിൽ വന്നിരുന്നു. അതൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ വേണുട്ടാ. അമ്മ കൂടെ ഇല്ലെങ്കിലും അവൾക്ക് അമ്മമ്മ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. മാഡത്തിന് മോളെ കാണാൻ ഇനിയും സമയമായിട്ടില്ലേ? എനിക്ക് മോളെ കാണണം. ഒരമ്മയ്ക്ക് മോളെ കാണാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ വേണുട്ടിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. അതെനിക്കറിയാം മാഡം. ഇനി ഞാൻ മോളെ കാണാൻ വരുമ്പോ ഞാൻ അവളുടെ അമ്മയാണെന്ന് അവൾ തിരിച്ചറിയണം. പക്ഷെ അവിടേക്ക് എത്താൻ കുറച്ച് കാലതാമസം കൂടിയുണ്ട്. അത് ഞാൻ പുറകെ അറിയിക്കാം. ശരി മാഡം. കാറും കോളും ഒക്കെ അടങ്ങിയിട്ട് മതി മാഡം അങ്ങനെ ഒരു കൂടിക്കാഴ്ച. ശരി വേണുട്ടാ. ആ, മോളുടെ വിവരങ്ങൾ അറിയിക്കണേ. അറിയിക്കാം മാഡം. ചായ. രാജു, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ മാഡം? ഋതുമോളുടെ വിശേഷങ്ങൾ അറിയാൻ. സുഖമായിട്ടിരിക്കുന്നു മാഡം. ശരി രാജു. രാജു സർ, നമുക്ക് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കേണ്ടത് ഈ ഫയലിലെ കാര്യങ്ങളാണ്. ഈ ഫയൽ ഒന്നുകൂടി എനിക്ക് പഠിക്കാനുണ്ട്. സർ, സാറ് ലാപ്ടോപ്പ് വിതരണത്തിന്റെ കാര്യമാണോ പറയുന്നത്? കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഞാൻ കൊണ്ടുവന്നൊരു പദ്ധതി അത്. അന്ന് ചില കൂട്ടുകക്ഷികൾ എനിക്കെതിരെ നിന്നുകൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാനിത് പാസ്സാക്കാൻ എടുത്തിരിക്കുക. സർ, അതായത് സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്ന പദ്ധതിയല്ലേ? എല്ലാ സ്റ്റുഡൻസിനും ഇല്ല. 8th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഏത് കമ്പനിയുടെ ലാപ്ടോപ്സ് ആണ് സാറേ നമ്മൾ വിതരണത്തിന് എടുത്തിരിക്കുന്നത്? അത് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കുട്ടികൾക്ക് ഈ സിസ്റ്റം കൊടുക്കുമ്പോൾ കുറഞ്ഞത് 10 കൊല്ലത്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും വരരുത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ന്യൂസ് അറിഞ്ഞ് പല കമ്പനികളുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. വിതരണം ആർക്ക് കൊടുക്കണമെന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. നീയും അതിനെക്കുറിച്ച് ശരിക്കും ആലോചിക്കുക. സർ, ഇലക്ട്രോണിക്സ് ഉപകരണമാണ്. ഗ്യാരണ്ടിയും വാറന്റിയും ഉള്ളതേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. നമുക്ക് ചതി പറ്റരുത്. അതാണ് നിന്നോടും കൂടി ആലോചിക്കാൻ ഞാൻ പറഞ്ഞത്. ശരി സർ. ഈ ലാപ്ടോപ്പ് വിതരണം കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും അല്ലേ? അപ്പോ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കുന്നവന് കൊയ്ത്ത് കാലമാണല്ലോ. ലാപ്ടോപ്പ് വിതരണത്തിന്റെ മേൽനോട്ടം ദീപകിന് കിട്ടിയിരുന്നെങ്കിലോ? ഈ കാര്യമൊന്ന് പറഞ്ഞു നോക്കിയാ പ്രതാപനത് അംഗീകരിക്കൂ? അകലേ നോവിനാലേ